തപകായജ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപരാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. കഴിഞ്ഞാണ് നമ്മൾ സന്യാലിൻ്റെ കഥയാണ് പകുതി പറഞ്ഞത്. നരേന്ദ്രനുമായി ബന്ധപ്പെട്ടൊരു സന്ദർഭത്തെക്കുറിച്ച് ശാരദാനന്ദ സ്വാമികൾ ലീലാമൃതത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. അത് നമുക്കെല്ലാം അറിയാം. അത് നരേന്ദ്രൻ കുടുംബ പ്രശ്നങ്ങൾ കാരണം ഒരു സ്ഥിര ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നൊരു സമയം, അമ്മയെയും സഹോദരങ്ങളെയും തീറ്റിപ്പോറ്റണം, അതിന് മറ്റൊരു മാർഗമില്ല. ഒടുവിൽ ശ്രീരാമകൃഷ്ണദേവൻ വിചാരിച്ചാൽ ഒരു പോംവഴി കാളിമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്ന് നിർബന്ധപൂർവം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങ് തന്നെ ഇക്കാര്യം അമ്മയോട് പറയണം എന്ന് നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണദേവനോട് പറഞ്ഞു. അപ്പം അങ്ങ് പ്രാർത്ഥിച്ചാൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ കഷ്ടപ്പെടുകയില്ല, അതുകൊണ്ടാണ് അങ്ങ് തന്നെ ഇത് കാളിമാതാവിനോട് പറയണം എന്ന് പറഞ്ഞു. ഒടുവിൽ ഭഗവാൻ പറഞ്ഞു, സാമാന്യമായ ഊണിനും ഉടുപ്പിനും ഭഗവാൻ ആ വാക്ക് കൊടുക്കുക. അതായത് 3 തവണയും സ്വാമിജി നരേന്ദ്രൻ കാളിമാതാവിൻ്റെ അടുത്ത് ചെന്നിട്ടും കാളിമാതാവിനോട് ചോദിക്കാൻ പറ്റിയില്ല. കാര്യം അവിടെ ചെല്ലുമ്പോൾ ഇത് വിട്ടുപോകും, അല്ലെങ്കിൽ ചോദിക്കാനുള്ള അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയല്ല. അവസാനം ശ്രീരാമകൃഷ്ണദേവൻ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാനോട് തന്നെ ഇതാ പറയണമെന്ന് നിർബന്ധപൂർവം പറഞ്ഞപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോട് പറഞ്ഞത്. അതായത് നിനക്ക് ഇതിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യം, അതായത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് നിനക്ക് നേടിത്തരാവുന്ന ഒരു കാര്യം, അത് സാമാന്യമായിട്ട് സാധാരണ നിലയിൽ ഊണ് കഴിക്കാനും ഉണ്ണാനും ഉടുക്കാനും വേണ്ടത് നിൻ്റെ വീട്ടുകാർക്ക് എപ്പോഴും കിട്ടും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരാം. ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് നിന്നോട് തരാൻ പറ്റൂ. സാധാരണഗതിയിലുള്ള അവരുടെ ഊണിനും ഉടുപ്പിനും ഉള്ളത്, അതിനുള്ള വക അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു വാക്ക് ഞാൻ തരാം എന്ന് മാത്രമാണ് നരേന്ദ്രനോട് ഭഗവാൻ അവസാനമായിട്ട് ആ സന്ദർഭത്തിൽ പറയുന്നത്. ഇതോടെയാണ് നരേന്ദ്രൻ്റെ ജീവിതത്തിലെ ഒരു ശരിയായ ടേണിംഗ് പോയിൻ്റ് ഇവിടെ വെച്ചാണ്. അപ്പോൾ പ്രതിമയിലും പ്രതീകത്തിലും ഈശ്വരനെ ഉപാസന ചെയ്യുന്നതിൻ്റെ തത്വം, പ്രതിമയിലും പ്രതീകത്തിലും ഈശ്വരനെ ഉപാസന ചെയ്യുന്നതിൻ്റെ തത്വം അന്ന് വരെ നരേന്ദ്രൻ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് നരേന്ദ്രൻ ആ ബോധ്യം ഉണ്ടാകുന്നത്. അതുവരെയും വിഗ്രഹാരാധനയെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു നരേന്ദ്രൻ്റേത്. അപ്പം ഈ സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം, അതായത് ഇങ്ങനെ ഈ ശ്രീരാമകൃഷ്ണദേവനും നരേന്ദ്രനും തമ്മിൽ ഈ സംഭാഷണം നടന്ന് ഈ ഒരു സന്ദർഭം ഉണ്ടായതിൻ്റെ അടുത്ത ദിവസം സന്യാൽ ദക്ഷിണേശ്വരത്ത് പോയപ്പോൾ കണ്ടതും കേട്ടതുമായൊരു കാര്യം പിന്നീട് ശാരദാനന്ദ സ്വാമികൾ സന്യാലിനോട് ചോദിച്ച് തൻ്റെ ലീലാമൃതം എഴുതുന്ന സന്ദർഭത്തിൽ അത് ചേർക്കുകയായിരുന്നു. അപ്പം ലീലാമൃതത്തിൽ ആ ഭാഗം, ലീലാമൃതം 2ാം ഭാഗത്തിലാണ് അതുള്ളത്. ആ 2ാം ഭാഗത്തിൽ വരുന്ന ഈ ഭാഗത്ത് അതേപടി ശാരദാനന്ദ സ്വാമികൾ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്,
ലീലാമൃതത്തിൽ 1191 പേജാണ്, രണ്ടാം ഭാഗത്തിൽ 1191 അതാണ് പേജ്. അതിൽ 23-ാമത്തെ ഖണ്ഡികയാണ് അത്. അപ്പോൾ അതിനു മുമ്പ് 22-ാമത്തെ ഖണ്ഡിക അവസാനിക്കുമ്പോൾ ശാരദാനന്ദ സ്വാമികൾ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേന്ന് ദക്ഷിണേശ്വരത്ത് പോയപ്പോൾ കണ്ടതും കേട്ടതും ഇവിടെ രേഖപ്പെടുത്തിയാൽ വായനക്കാർക്കത് മനസ്സിലാകാൻ എളുപ്പമാകും. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ ഈ സംഭവം നടന്നതിൻ്റെ, ഞങ്ങളുടെ ഒരു സ്നേഹിതൻ എന്ന് പറയുന്നത് വൈകുണ്ഠനാഥ സന്യാൽ എന്ന ഫുട്നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേന്ന് ദക്ഷിണേശ്വരത്ത് പോയപ്പോൾ അവിടെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അതേപോലെ വായനക്കാർക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇതിൽ ചേർത്താൽ വായനക്കാർക്ക് അത് മനസ്സിലാകാൻ എളുപ്പമാകും എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാനന്ദ സ്വാമികൾ കൊട്ടേഷൻ ഇട്ടിട്ടാണ്. അതായത് ഇനിയുള്ളതെല്ലാം സന്യാലിൻ്റെ ഭാഗമാണ്. സന്യാൽ പറയുന്നു, താരാപദ ഘോഷ് എന്നു പേരായ ഒരാളുമൊത്ത് ഒരേ ആപ്പീസിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് അയാളെ ഇതിനകം പരിചയമുണ്ടായിരുന്നു. അയാളെ എന്ന് പറയുന്നത് നരേന്ദ്രൻ്റെ കാര്യമാണ്. താരാപദ ഘോഷിൻ്റെ ഉറ്റ സുഹൃത്താണ്, ഉറ്റ ചങ്ങാതിയായിരുന്നു നരേന്ദ്രൻ. അതുകൊണ്ട് ഈ താരാപദ ഘോഷ് എന്ന് പേരായ ഒരാളുമൊത്ത് ഒരേ ആപ്പീസിൽ ഈ സന്യാൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് അതുവഴി എനിക്ക് അയാളെ ഇതിനകം പരിചയമുണ്ടായിരുന്നു. നരേന്ദ്രനെ പരിചയമുണ്ടായിരുന്നു. അപ്പം താരാപദൻ്റെ ഉറ്റ ചങ്ങാതിയുമായിരുന്നു നരേന്ദ്രനാഥൻ. അതുകാരണം താരാപദനു സമീപം നരേന്ദ്രനെ ഇതിനു മുമ്പ് തന്നെ പലപ്പോഴും കാണുകയുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ പരമഹംസദേവന് നരേൻ ബാബുവിനെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ താരാപദൻ പറയുകയുണ്ടായി. ഇപ്പോൾ താരാപദനാണ് സന്യാലിനോട് നരേന്ദ്രനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നൽകുന്നത്. എങ്കിലും നരേന്ദ്രനുമായി പരിചയപ്പെടുവാൻ തുനിയുകയുണ്ടായില്ല. സന്യാൽ നരേന്ദ്രനുമായിട്ട് എന്നാലും പരിചയപ്പെടാനുള്ള ഒരു സാധ്യത കണ്ടെത്തിയില്ല. ഇന്നുച്ചയ്ക്ക് ദക്ഷിണേശ്വരത്ത് പോയപ്പോൾ, അതായത് നരേന്ദ്രനും ശ്രീരാമകൃഷ്ണദേവനും കൂടെ ആ കളി മാതാവിനോട് ചെന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ദക്ഷിണേശ്വരത്ത് പോയപ്പോൾ ശ്രീരാമകൃഷ്ണൻ ഒറ്റയ്ക്ക് മുറിയിലിരിക്കുന്നതും മുറിക്ക് പുറത്തൊരരുകിൽ നരേന്ദ്രൻ കിടന്നുറങ്ങുന്നതും കണ്ടു. അപ്പം നമുക്കറിയാം അത് ഈ സംഭവം നടക്കുന്നത് തലേന്ന് രാത്രിയിലാണ്. അപ്പോൾ ഭഗവാൻ അവിടെ, നരേന്ദ്രൻ അവിടെ തന്നെയാണ് തങ്ങിയിരുന്നത് എന്ന് മനസ്സിലാക്കാം. ഒരു പക്ഷേ വളരെ വൈകിയായിരിക്കാം അന്ന് കിടന്നത്. അതുകൊണ്ടായിരിക്കാം പിറ്റേ ദിവസം ഇവർ ചെന്നപ്പോഴും നരേന്ദ്രൻ മുറിക്ക് പുറത്ത് ഒരരുകിൽ നരേന്ദ്രൻ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. ശ്രീരാമകൃഷ്ണൻ്റെ മുഖത്ത് ആനന്ദം തുള്ളിത്തുളുമ്പിയിരുന്നു. അരികിൽ പോയി ഞാൻ നമസ്കരിച്ചയുടൻ അദ്ദേഹം നരേന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ ഈ പയ്യനെ, വളരെ നല്ല പയ്യനാ, പേര് നരേന്ദ്രൻ. മുമ്പൊന്നും അമ്മയിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ സന്യാലിനാണ് അതാദ്യമായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന അക്കാര്യം ആദ്യം ഭഗവാൻ പിന്നീട് രണ്ടാമതൊരാളോട് പറയുന്നത് സന്യാലിനോടാണ്. അപ്പം അതാണ് വളരെ ഭഗവാൻ എത്രമാത്രം സന്തോഷവാനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഭഗവാൻ ആ പറഞ്ഞത്. കണ്ടോ ഈ പയ്യനെ, വളരെ നല്ല പയ്യനാണ്, പേര് നരേന്ദ്രൻ, മുമ്പൊന്നും അമ്മയിൽ വിശ്വസിച്ചിരുന്നില്ല, ഇന്നലെ വിശ്വസിച്ചു. ഇന്നലെയാണ് നരേന്ദ്രൻ അമ്മയിൽ വിശ്വസിച്ചത്. കഷ്ടത്തിൽ പെട്ടിരുന്നു ഇയാൾക്ക്. നരേന്ദ്രനെ സംബന്ധിച്ച് വളരെ കഷ്ടത്തിലായിരുന്നു. അമ്മയോട് സമ്പത്ത് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. പക്ഷേ അവനത് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല. ലജ്ജ തോന്നി എന്നാണ് പറഞ്ഞത്. കാര്യം സ്വന്തം അമ്മയുടെ ഒക്കെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അമ്മയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് ലജ്ജ തോന്നി എന്നാണ് പറഞ്ഞത്. മന്ദിരത്തിൽ നിന്നും മടങ്ങി വന്ന് എന്നോട് അമ്മയെക്കുറിച്ചുള്ള പാട്ട് പാടിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ തവണ പോയി തിരിച്ചു വന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവനോട് പറഞ്ഞു, അമ്മയെക്കുറിച്ചുള്ളൊരു പാട്ട് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞു. മാത്വം ഹീതാര എന്ന പാട്ട് ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തു. ഇന്നലെ രാത്രി മുഴുവനും ആ പാട്ട് പാടി നോക്കൂ. അപ്പോൾ ഈ ഒരു സന്ദർഭം കഴിഞ്ഞപ്പോൾ
ഇന്നലെ രാത്രി മുഴുവനും നരേന്ദ്രൻ ആ പാട്ടുപാടി. അതാണ് ഇപ്പോൾ കിടന്നുറങ്ങുന്നത്. അതാണ് ആ രാത്രി മുഴുവനും ഉണർന്നിരുന്ന് ആ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ആ പാട്ട് പാടി. നോക്കൂ, ഒരു ബ്രഹ്മസമാജത്തിൻ്റെ ശക്തനായ വിശ്വാസി അല്ലെങ്കിൽ ആ ഒരു വഴിയിൽ സഞ്ചരിച്ച ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ വിഗ്രഹാരാധന എന്നുള്ളത് ഒട്ടും ഒരു തരത്തിലും അംഗീകരിക്കാത്ത, വളരെ ശക്തമായി തന്നെ അതിനെ എതിർത്ത് നിലകൊണ്ടിരുന്ന, ആ നിലപാടിൽ നിന്നൊട്ടും മാറാതിരുന്ന ഒരാൾ ഭഗവാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭഗവാൻ പറഞ്ഞത് കേട്ട് അവിടെ പോയി പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ വാക്ക്, അതായത് നിൻ്റെ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ നിൻ്റെ കുടുംബത്തിനോ ഭാവിയിൽ ഉണ്ണാനും ഉടുക്കാനുമുള്ള സാധാരണഗതിയിലുള്ളതിനൊരു കുറവും ഞാൻ വരുത്തില്ല എന്നുള്ള വാക്കുകൂടെ കേട്ടപ്പോൾ എത്രമാത്രം ഞാനെന്നല്ല പറഞ്ഞ അമ്മ വരുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കേട്ടതിൻ്റെ വിശ്വാസം എത്രമാത്രമാണ് ഒരു വിഗ്രഹത്തിൽ, ആ ഒരു രൂപഘടനയിൽ ഈശ്വരനെ ഒരു വിഗ്രഹാരാധന എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനും അമ്മയോടടുത്ത് ഒരു പാട്ട്, അമ്മയുടെ പാട്ട് അന്ന് രാത്രി പഠിച്ച് രാത്രി മുഴുവൻ ഇരുന്നത് പാടുകയാണ്. എത്രമാത്രമായിരിക്കും എന്തോ അതെ ആ പാട്ട്, അതെ, മം ത്വം ഹിതാര എന്നുള്ള പാട്ട്. അപ്പോൾ ആ പാട്ട് നമുക്ക് അറിയാമെങ്കിലും ഒന്ന് പാടാമായിരുന്നു. ഇപ്പം ഒന്ന് കേൾക്കാം, ഒന്ന് പാടും. വളരെ നന്നായി. ഏതായാലും നമുക്ക് ആ പാട്ട്, നരേന്ദ്രൻ്റെ ആ പാട്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞതും ഫുട് നോട്ടിൽ അതിൻ്റെ മലയാളം അർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ആ സംഗീതത്തോടൊപ്പം നരേന്ദ്രൻ എങ്ങനെയാണ് അത് പാടിയെന്ന് ശാരദ ചേച്ചി ഇപ്പോൾ പാടിയപ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രനെയാണ് മനസ്സിൽ കണ്ടത്. അപ്പം നരേന്ദ്രൻ എത്രമാത്രം ആഴത്തിലാണ്, എത്ര ഭക്തിയോടുകൂടിയാണ് കാളിമാതാവിൻ്റെ ഈ പാട്ട് അന്ന് രാത്രി മുഴുവൻ നേരം വെളുക്കും വരെ ഇരുന്ന് പാടിക്കൊണ്ടേയിരുന്നു. അത് എത്ര പെട്ടെന്നാണ്. നരേന്ദ്രനെ പോലുള്ള ഒരാളായതുകൊണ്ടാണ്, നരേന്ദ്രനെ പോലെ അത്രയും കർക്കശമായിട്ട് തൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പം ആ സന്തോഷം ശ്രീരാമകൃഷ്ണദേവനുമുണ്ട്. നമ്മളത് പാടിയത് കൊണ്ട് ഭഗവാൻ അത് കേൾക്കുന്നുണ്ട്, ഭഗവാൻ അത് ആസ്വദിക്കുന്നുണ്ട് ഈ സത്സംഗത്തിൽ എന്നുള്ളതിന് വലിയൊരു തെളിവാണത്. അപ്പോൾ എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാണ് നരേന്ദ്രൻ ഇപ്പോൾ കിടന്നുറങ്ങുന്നത്. നരേന്ദ്രൻ കാളിയെ അംഗീകരിച്ചു, നന്നായി ഇല്ലേ? അതും ചൊല്ലി ഈ ഒരു കുട്ടിയെപ്പോലെ അദ്ദേഹം ആനന്ദം കൊള്ളുന്നത് കണ്ട്
ഞാൻ പറഞ്ഞു, ശരിയാണ് സ്വാമി, വളരെ നന്നായി. ശ്രീരാമകൃഷ്ണദേവനാണ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആനന്ദം കൊള്ളുന്നത് ഈ ഒരു സന്ദർഭത്തിൽ. നരേന്ദ്രൻ അമ്മയെ അംഗീകരിച്ചു, കാളിമാതാവിനെ അംഗീകരിച്ചു, വളരെ നന്നായി. എന്തു പറയുന്നു? ഇങ്ങനെ പല തവണയും ഇതേ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ അദ്ദേഹം ഭഗവാന്റെ ആ ആനന്ദത്തെക്കുറിച്ച് നമുക്ക് ഈ വരികളിലൂടെ ശാരദാനന്ദ സ്വാമികൾ ഈ വരികളിലൂടെ നമുക്കത് ബോധ്യപ്പെടുത്തും. ഇത് നമ്മയിൽ എത്തിച്ചു എന്നുള്ളതാണ് സന്യാലിൻ്റെ ജീവിത ഉദ്ദേശം. സന്യാലിൻ്റെ മറ്റ് ഒരു തരത്തിലും സന്യാലിൻ്റെ ജീവിതത്തിൽ ഈ ഡിവൈൻ പ്ലേയിൽ സന്യാലിൻ്റെ പങ്കാളിത്തം വേറെ ഒരിടത്തുമില്ല, വേറെ ഒരു ഭാഗത്തും പ്രത്യേകിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുമില്ല സന്യാലിനെക്കുറിച്ച്. അതേ സന്യാൽ ജനിച്ച കാര്യമോ കുടുംബക്കാര്യമോ ഒന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പ്രധാനമായിട്ടും സന്യാലിൻ്റെ കാര്യത്തിൽ ഈ ലീലാമൃതം എഴുതുന്നതിൽ ഈ പ്രത്യേക, അതാണ് നരേന്ദ്രൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ നിമിഷം നമ്മിലേക്ക് എത്തിക്കുന്ന ചുമതലയായിരുന്നു സന്യാലിന്. അതാണ് സന്യാലിൻ്റെ പ്രാധാന്യം അതുതന്നെയാണ്. ഉറക്കമുണർന്ന് 4 മണി സമയത്ത് നരേന്ദ്രൻ മുറിക്കുള്ളിൽ ശ്രീരാമകൃഷ്ണ സമീപം വന്നിരുന്നു. ഉറക്കമുണർന്നിട്ട് 4 മണി സമയത്ത് നരേന്ദ്രൻ മുറിക്കുള്ളിൽ ശ്രീരാമകൃഷ്ണൻ സമീപം വന്നിരുന്നു. ശ്രീരാമകൃഷ്ണനോട് യാത്ര പറഞ്ഞു. ഇനി കൽക്കത്തയ്ക്ക് മടങ്ങാമെന്ന് നരേന്ദ്രൻ വിചാരിച്ചു. പക്ഷേ നരേന്ദ്രനെ കണ്ടതോടുകൂടി അദ്ദേഹം ഭാവാവിഷ്ടനായി. നരേന്ദ്രനെ തൊട്ടുരുമിക്കൊണ്ട് അയാളുടെ മടിയിൽ കയറിയിരുന്നു ഭഗവാൻ. പറയുവാൻ തുടങ്ങി. കാണുന്നതെന്താണെന്നോ സ്വശരീരം തൊട്ട് കാണിച്ചുകൊണ്ട് നരേന്ദ്രൻ്റെ മടിയിലേക്ക് കയറി ഇരുന്നു കൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ സ്വശരീരം തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞതെന്താണെന്നോ, കാണുന്നതെന്താണെന്നോ, ഇത് ഞാൻ. നരേന്ദ്രൻ്റെ ശരീരം തൊട്ട് കാണിച്ചുകൊണ്ട് ഭഗവാൻ വീണ്ടും പറഞ്ഞു, ഇതും ഞാൻ തന്നെ, ഇതും ഞാനാണ്, നിൻ്റെ ഈ ശരീരവും ഞാൻ തന്നെ, സത്യമാണ് പറയുന്നത്, ലേശം പോലും വ്യത്യാസം കാണുന്നില്ല. ഗംഗാജലത്തിൽ ഒരു വടിയിട്ടാൽ 2 ഭാഗം കാണുന്നത് പോലെ തോന്നും. അതേസമയം എന്നാൽ അത് യഥാർത്ഥത്തിൽ 2 അല്ല 1 ഉള്ളൂ എന്ന് പറയുന്നത് പോലെ. അതുപോലെ മനസ്സിലായോ? അമ്മയല്ലാതെ മറ്റെന്തുണ്ട്? എന്താ അങ്ങനെയല്ലേ? ഇങ്ങനെ പലതും പറഞ്ഞു. ഒന്ന് പുകവലിച്ചേക്കാം. ആലോചിച്ചു, ഭഗവാന്റെ ആ സന്ദർഭത്തിലുള്ള സന്തോഷ പ്രകടനങ്ങളുടെ ഒരു വലിയ ആ വലിയ സന്ദർഭമാണത്. അത് മുഴുവൻ നമ്മിലെത്താൻ ഈ വൈകുണ്ഠനാഥ് സന്യാലിൻ്റെ ജീവിതം ആ ഒറ്റ സംഭവം കൊണ്ട് പൂർണ്ണമാകുകയാണ്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുകയാണ്, നമുക്കെന്നാ ഒന്ന് പുകവലിച്ചേക്കാം, ഒരു പുകവലിക്കാം. ആ സന്തോഷത്തിൻ്റെ ആഴം എത്രയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ എഴുന്നേറ്റ് ധൃതിയിൽ ഞാൻ ഹുക്ക തയ്യാറാക്കി അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ സന്യാലാണ് ഈ ഹുക്ക തയ്യാറാക്കി അദ്ദേഹത്തിന് കൊടുത്തത്. 1-2 തവണ പുകവലിച്ച അദ്ദേഹം ഹുക്ക തിരികെ തന്ന് എന്നിട്ട് പറഞ്ഞു, അളുക്കിൽ നിന്ന് തന്നെ വലിച്ചേക്കാം. അതായത് ഹുക്കയ്ക്ക് ഒരു കുഴലുണ്ട്. ഹുക്കയുടെ ആ മെയിൻ പാർട്ടിൽ നിന്ന് ഒരു കുഴൽ വഴി പോയി ആ കുഴലിൻ്റെ അറ്റം ഉപയോഗിച്ചാണ് ആളുകൾ പുകവലിക്കുക. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് എന്താണെന്ന് പറയും, ഈ കുഴലിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആ ഹുക്കയുടെ ഒറിജിനൽ ബോഡിയിൽ ഈ കുഴൽ ഘടിപ്പിക്കുന്നിടത്ത് നമ്മൾ ഗ്യാസ് ഘടിപ്പിക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. ആ ഘടിപ്പിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് കുഴലില്ലാതെ വലിച്ചേക്കാം എന്ന് പറഞ്ഞ് ആ ഹുക്കയുടെ മെയിൻ പാർട്ടിൽ നിന്ന് ആ കുഴൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ നോബിൽ നിന്ന് നേരിട്ട് അത് കയ്യിലെടുത്ത് പുകവലിക്കാൻ തുടങ്ങി ഭഗവാൻ. എന്നിട്ടോ 2-4 തവണ പുകവലിച്ചതിന് ശേഷം അത് നരേന്ദ്രൻ്റെ മുഖത്തിന് നേരെ പിടിച്ചു. എന്നിട്ട് പറയുകയാണ്, വലി, എൻ്റെ കയ്യിലൂടെ വലി. നോക്ക്, ഭഗവാൻ നരേന്ദ്രൻ്റെ വായ്ക്കകത്ത് വെച്ചു കൊടുക്കുകയാണ്. വലി, എൻ്റെ കയ്യിലൂടെ വലി എന്ന് പറഞ്ഞു. നരേന്ദ്രൻ വിഷമത്തിലായി. ചൂളിപ്പോയത് കൊണ്ട് ഗുരുദേവൻ, നിനക്ക് ഇത്രയും അല്പബുദ്ധിയോ? അപ്പോൾ അദ്ദേഹം നിർബന്ധിക്കുകയാണ്, നിനക്ക് ഇത്രയും അല്പബുദ്ധിയായോ? ഞാനും നീയും 2 ആണോ? നോക്കൂ, ഞാനും നീയും 2 അല്ല. അപ്പോൾ നീ ഇതിൽ നിന്ന് നേരിട്ട് വലിക്കണം. നാം തമ്മിൽ ഭേദമുണ്ടോ? ഇതും ഞാൻ അതും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നരേന്ദ്രനെ പുകവലിപ്പിക്കുവാനായി തൻ്റെ 2 കൈകളും അയാളുടെ മുഖം വരെ ഉയർത്തി. മറ്റു പോംവഴി കാണാതെ നരേന്ദ്രൻ ഗുരുദേവൻ്റെ കൈകൾ ചുണ്ടത്ത് വെച്ചുകൊണ്ട് 2-3 തവണ പുകവലിച്ചു നിർത്തി. നരേന്ദ്രൻ വലി നിർത്തിയത് കണ്ട് ഗുരുദേവൻ വീണ്ടും പുകവലിക്കാൻ പുറപ്പെട്ടു. നരേന്ദ്രൻ ഉടനെ പറഞ്ഞു, സ്വാമി, കൈയൊന്ന് കഴുകിയിട്ട് വലിക്കൂ.
നമുക്ക് കൈയൊന്ന് കഴുകിയിട്ട് വലിക്കും. കാര്യം അവിടെ നരേന്ദ്രൻ ചുണ്ട് വെച്ചതാണ്. പക്ഷെ ഗുരുദേവൻ അത് ഗവനിച്ചില്ല. പോടാ ശപ്പ, നിനക്ക് ഭേദബുദ്ധി കലശലായിട്ടുണ്ടല്ലോ. അത് ചോദിക്കൂ ആ ഒരു രംഗം എന്ന് പറഞ്ഞുകൊണ്ട് എച്ചിലായ കൈകൾ കൊണ്ട് പുകവലിക്കുവാനും ഭാവാവേശിതനായിക്കൊണ്ട് പലതും പറയുവാനും തുടങ്ങി. എന്തു ഭക്ഷ്യവസ്തു ആയാലും ആദ്യം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എച്ചിലായി പോയത് കൊണ്ട് ഗുരുദേവന് കഴിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ആരെങ്കിലും എച്ചിലാക്കി എന്ന് തോന്നുന്ന ഒരു ഭക്ഷണം പോലും ഒന്നുപോലും ഗുരുദേവന് കഴിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഇവിടെ നോക്കൂ, നരേന്ദ്രൻ ചുണ്ടുവച്ച് വലിച്ച ആ കൈകൾ വച്ചിട്ട് തന്നെയാണ് ഗുരുദേവനും വലിക്കുന്നത്. കാര്യം നരേന്ദ്രൻ ചുണ്ടുവച്ച് വലിച്ച ഗുരുദേവൻ്റെ കയ്യിലാണ് ചുണ്ടുവച്ച് വലിച്ചത്. കാര്യം ഗുരുദേവനാണ് അതിൻ്റെ നോബിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നരേന്ദ്രൻ ചുണ്ടുവച്ച് അമർത്തി വലിച്ച ആ ഭാഗത്ത് വെച്ച് തന്നെയാണ് ഗുരുദേവനും ചെയ്യുന്നത്. അപ്പം നോക്ക്, വേറൊരാൾ എച്ചിലാക്കിയത് ഉപയോഗിക്കാൻ കഴിയാത്ത ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ആ ഒരു ഭേദബുദ്ധി ഇല്ലാതെ ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യമായി അന്ന് നരേന്ദ്രൻ്റെ ഉച്ഛിഷ്ടം ഗുരുദേവൻ ഇவ்விധം കഴിക്കുന്നത് കണ്ട് ഞാൻ സ്തംഭിച്ചിരുന്നു പോവുകയും നരേന്ദ്രൻ എത്ര കണ്ട് ഗുരുദേവന് സ്വന്തമായിട്ടുണ്ടാകണമെന്ന് വിചാരിക്കുകയും ചെയ്തു. നമുക്ക് ഈ ഒരു രംഗം നമുക്ക് കിട്ടാൻ മറ്റൊരു മാർഗവുമില്ല. ഇത് കാര്യം ഇവിടെ ആകെ 3 പേരേ ഉള്ളൂ ഈ രംഗത്ത്, ഭഗവാനും നരേന്ദ്രനും സന്യാലും. അടുത്ത ദിവസം സന്യാൽ അവിടെ ചെന്നിരുന്നില്ല എങ്കിൽ ഇതും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പം എത്രമാത്രമാണ് ആ ഒരാളുടെ പ്രസൻസ് ഒരാളുടെ ജീവിതത്തിന്. കാരണം ഭഗവാന്റെ ജീവിതത്തിൽ ഉടനീളം ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലേയില്ല. ഇതൊന്നു മാത്രമാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നരേന്ദ്രനും ഭഗവാനും തമ്മിലുള്ള ആ ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞ ആ ഒരു വസ്തുതയെ നമ്മെ ബോധ്യപ്പെടുത്താൻ ഇതല്ലാതെ മറ്റൊരു രംഗം ഭഗവാന്റെ ലീലയിൽ ഒരിടത്തും നമുക്ക് കാണാൻ പറ്റില്ല. ആ ഒരു രംഗം നമ്മിലെത്തിക്കുന്ന ഒറ്റ ജോലി നോക്കപ്പോൾ നമ്മളെ ഈശ്വരൻ ഓരോരുത്തർക്ക് നൽകിയിരിക്കുന്ന ആ ജോലിയുടെ ഒരു പാർട്ട്, അഭിനയിക്കാനുള്ള പാർട്ട് എത്രയേ അഭിനയിക്കാനുള്ളൂ. ഇത് കഴിയുമ്പോൾ സന്യാലിൻ്റെ ആ പാർട്ട് അവസാനിക്കുക. പലതും പറഞ്ഞിരുന്ന് രാത്രി 8 മണിയായി. അപ്പോഴേക്കും ഗുരുദേവൻ്റെ ആവേശം അടങ്ങിയത് കണ്ട് നരേന്ദ്രനും ഞാനും അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് കൽക്കത്തയ്ക്ക് മടങ്ങി. വൈകിട്ട് 4 മണിക്കാണ് നരേന്ദ്രൻ തിരിച്ച് പോകാനായിട്ട് ഒരുങ്ങുന്നത്. എന്നിട്ട് ഇവരൊരുമിച്ചാണ് പിന്നീട് രാത്രി 8 മണിക്കാണ് രണ്ടുപേരും സന്യാലും നരേന്ദ്രനും കൂടെ കൽക്കട്ടയ്ക്ക് മടങ്ങി. പിന്നീട് പലപ്പോഴും നരേന്ദ്രൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. സന്യാലി പറഞ്ഞു, കണ്ട അന്ന് മുതൽ തുടർച്ചയായി ഒരുപോലെ എന്നെ വിശ്വസിച്ചിട്ടുള്ളത് കണ്ട അന്നു മുതൽ എന്നെ ഒരുപോലെ വിശ്വസിച്ചിട്ടുള്ളത് ഗുരുദേവൻ ഒരാൾ മാത്രമാണ്. ശ്രീരാമകൃഷ്ണദേവൻ മാത്രമാണ് എന്നെ കണ്ട അന്ന് മുതൽ. നരേന്ദ്രൻ ഗുരുദേവനെ കണ്ട അന്ന് മുതൽ നരേന്ദ്രന് ബോധ്യപ്പെട്ട ഒരു കാര്യം, ശ്രീരാമകൃഷ്ണദേവൻ മാത്രം, ഒരേ ഒരാൾ മാത്രമാണ് എന്നെ വിശ്വസിച്ചിട്ടുള്ളത്, മറ്റാരുമില്ല. അത് പറയുമ്പോൾ സ്വന്തം അമ്മയും സഹോദരന്മാരും പോലുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് നരേന്ദ്രൻ സന്യാലിനോട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസവും സ്നേഹവും എന്നേക്കുമായി എന്നെ കടപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹമെന്നാൽ എന്തെന്നറിയുവാനും സ്നേഹിക്കുവാനുമുള്ള കഴിവ് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് മറ്റെല്ലാവരുടെയും തൻകാര്യം നേടാൻ വേണ്ടി സ്നേഹിതൻ്റെ ഒരഭിനയം മാത്രം. മറ്റെല്ലാവരും തൻകാര്യം നേടാൻ വേണ്ടി ഒരഭിനയം മാത്രമാണ്. നിസ്വാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്നത് ഭഗവാൻ മാത്രമാണ് എന്ന് സമ്പൂർണമായി ശാരദാൻ സ്വാമി അത് നമുക്കായി എഴുതി വെക്കുന്നുവെങ്കിലും അത് സന്യാൽ ഒരാളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഭഗവാന്റെ ആ ലീലയിലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയത്. അപ്പം അതുകൊണ്ടാണ് സന്യാലിന് ഈ കഥയിലുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് ഞാൻ പറയുകയായിരുന്നു. കൽക്കത്തയിൽ ഭഗവാൻ ഗൃഹസന്ദർശനം നടത്തുന്ന ചില അനുഭവങ്ങൾ സന്യാൽ വിവരിക്കുന്നുണ്ട്. ഭഗവാൻ കൽക്കട്ടയിൽ പോയി ഭക്തന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ
എങ്ങനെയായിരുന്നു എന്നുള്ളത് സന്യാൽ പല സന്ദർഭങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ആദ്യം ശരത്തും ഒരുമിച്ച് ചെന്ന സമയത്ത് ഭഗവാൻ കൽക്കത്തയിൽ മണിമല്ലിക്കിൻ്റെ വീട്ടിലേക്ക് വരാൻ പറയുന്ന കാര്യം നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ സന്യാലിൻ്റെ തുടങ്ങിയ സമയത്ത് പറഞ്ഞതാണ്. ആദ്യമായിട്ടല്ല, ശരത്തും സന്യാലും ഒന്നിച്ചു പോകുന്നത് ആദ്യമായിട്ട്. ഇവർ രണ്ടുപേരും അല്ലാതെ പോയിട്ടുണ്ട്. ശരത്തും സന്യാലും ഒരുമിച്ച് പോകുന്നത് അതായിരിക്കാം ഒരുപക്ഷെ ഈ ശരത്തും സന്യാലും തമ്മിലുള്ളൊരു ഹൃദയബന്ധം തുടങ്ങുന്നത് അവിടെ വെച്ചാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് എത്രമാത്രമാണ് നമുക്ക് ഗുണപ്പെട്ടത് പിന്നീട്, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ലീലാമൃതം എഴുതുന്നതിൽ പ്രയോജനപ്പെട്ടതെന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ആദ്യം ശരത്തും ഞാനും ഒരുമിച്ച് ചെന്ന സമയത്ത് ഭഗവാൻ കൽക്കത്തയിൽ മണിമല്ലിക്കിൻ്റെ വീട്ടിൽ നടക്കുന്ന ആ രംഗം. അപ്പോൾ ആ രംഗത്തെക്കുറിച്ച് സന്യാലി വിവരിക്കുന്നത്, സിന്ദൂര്യാപ്പടിയിലുള്ള ചിത്പൂർ റോഡിൽ ഇവർ റോഡിൻ്റെ ഒരറ്റത്ത് ചെന്നപ്പോഴേ കേൾക്കായി മൃദംഗത്തിൻ്റെയും കൈമണിയുടെയും ഹാർമോണിയത്തിൻ്റെയും സുന്ദരമായ നാദം. നോക്കി, ഇന്ന് കാണുന്ന കൽക്കട്ടയല്ല എന്നുള്ള ഇന്നത്തെ കൽക്കട്ടയല്ല അത്. അപ്പോൾ ആ കൽക്കട്ട എന്ന് സിന്ദൂര്യാപ്പടിയിലുള്ള ചിത്പൂർ റോഡിൻ്റെ ഒരറ്റത്ത്, ഇന്നിപ്പോൾ കൽക്കട്ടയിൽ ചെല്ലുമ്പം വാഹനങ്ങളുടെയൊക്കെ തിരക്കിൻ്റെ ഒരു ശബ്ദമായിരിക്കും നമ്മൾക്ക് കേൾക്കാൻ കഴിയുക. പക്ഷെ അന്ന് ആ ചിത്പൂർ റോഡിൻ്റെ ഒരറ്റത്ത് ചെല്ലുമ്പോൾ തന്നെ മണിമല്ലിക്കിൻ്റെ ആ വീട്ടിൽ, അത് ചിത്പൂർ റോഡിലുള്ള ആ മണിമല്ലിക്കിൻ്റെ വീട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ആ സംഗീതത്തിൻ്റെ, മൃദംഗത്തിൻ്റെയും കൈമണിയുടെയും ഹാർമോണിയത്തിൻ്റെയൊക്കെ ശബ്ദം ആ റോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കേൾക്കാം. അതുകൊണ്ട് ഇവർക്ക് ആ വീട് ഏതാണെന്ന് അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല, ഭജന ദൂരെ നിന്ന് തന്നെ കേൾക്കാം എന്നാണ് പറയുന്നത്. ആ തെരുവിനെ ആകെ ആനന്ദലഹരിയിൽ ആറാടിക്കുകയായിരുന്നു ആ സന്ദർഭം. ആ തെരുവിനെ ആകെ ആനന്ദലഹരിയിൽ ആറാടിക്കുമാർ. അന്ന് ഇന്നത്തെ പോലെ ശബ്ദമുഖരിതമല്ലല്ലോ, അതുകൊണ്ട് ദൂരേക്ക് കേൾക്കാം. മാത്രമല്ല, ഈ ഭജന കേട്ട് പലരും ആ വീട്ടിലേക്ക് നടക്കുന്നുണ്ട്. വീടിന് മുന്നിൽ റോഡിൽ നിന്ന് തന്നെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ദൂരെ നിന്ന് തന്നെ ഇവർ കണ്ടു. ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതിനിടയിലൂടെ തിരക്കി വേണമെങ്കിൽ അകത്ത് പോകാം. അപ്പോൾ അത്രയും തിരക്കാണ്. ആ വീടിൻ്റെ റോഡ് മുതൽ തിരക്കാണ്. റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വീടാണ്. ആ റോഡ് മുതൽ തിരക്കാണ്. ആളുകൾ അകത്തേക്ക് കഴുത്ത് നീട്ടി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെ നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ചുറ്റുപാടുമുള്ള ആളുകളായിരിക്കാം അപ്പോൾ അവിടെ ഈ ഭജനയെല്ലാം കേട്ട് വന്നു കൂടിയത്. അപ്പോൾ ആളുകളെല്ലാം ഈ റോഡിൽ നിന്ന് തന്നെ തിരക്കി നിന്ന് അകത്തേക്ക് കഴുത്ത് നീട്ടി നിൽക്കുന്നതാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നതാണ് ഇവർ കാഴ്ചയിൽ കണ്ടത്. പലരും തങ്ങളുടെ ചുറ്റുപാടുകളെ മറന്ന് നിൽക്കുകയാണ്. സന്യാലും ശരത്തും മറ്റും വീടിന് പിന്നിലൂടെ പോയി അവിടെ നിന്ന് ഗോവണി വഴി കയറി ഹാളിലേക്ക് പ്രവേശിക്കാൻ ഒരു ശ്രമം നടത്തി. വീടിന് പിന്നിലൂടെ കയറിയിട്ട് അങ്ങനെ വടക്കേ അറ്റത്തെ വാതിലിന് മുന്നിൽ ആളുകൾ അല്പം കുറവാണ്. ആ ഭാഗത്ത് ആളുകൾ അല്പം കുറവാണെന്ന് കണ്ട് അത് ഹാളിലേക്ക് പോകാൻ ഉള്ള, ആ ഹാളിലേക്ക് പ്രവേശിക്കാൻ ഒരു എളുപ്പ വഴിയാണെന്ന് കണ്ട് അവർ അതിലെയാണ് കയറിയത്. പക്ഷേ തലയിട്ട് നോക്കാൻ മാത്രമേ കഴിയൂ. അങ്ങോട്ട് പ്രവേശിക്കാനുള്ള ഒരു ഇടം അവിടെ ഇല്ല. തലയിട്ട് കാണാം. അതിമനോഹരമായ ഒരു രംഗം ഞങ്ങൾ കണ്ടു. ശരത്തും സന്യാലും അവിടെ അതിമനോഹരമായ ഒരു രംഗം കണ്ടു എന്ന് പറയുകയാണ്. അതെന്താണ്? ശ്രീരാമകൃഷ്ണദേവൻ ഭക്തസംഘത്തിൻ്റെ മധ്യത്തിൽ നിന്ന് നൃത്തം ചെയ്യുന്നു. ആ നൃത്തത്തെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ താളാത്മകമായൊരു ചുവടാണ് ശ്രീരാമകൃഷ്ണദേവൻ്റേത്. താളാത്മകമായ ഒരു ചുവട് വെച്ചിട്ടാണ് അദ്ദേഹം നൃത്തം ചെയ്യുന്നത്. ദ്രുതഗതിയിലാണ് ചിലപ്പോൾ ചലനം. ഈ ചലനം ചിലപ്പോൾ ദ്രുതഗതിയിലും പിന്നീട് മന്ദഗതിയിലുമാവും. ഇങ്ങനെ മാറി മാറിയാണ് അദ്ദേഹത്തിൻ്റെ ചലനം. അപ്പോൾ ആൾക്കൂട്ടം, ഈ ചുറ്റുമിരിക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ നൃത്തം ചവിട്ടുന്നത്. അപ്പോൾ ഈ നൃത്തം നടത്തുന്നതിനോടൊപ്പം അദ്ദേഹം ഇങ്ങനെ ചലിച്ചുകൊണ്ടാണ് നൃത്തം ചെയ്യുന്നത്, ആ ആൾക്കൂട്ടത്തിനിടയിൽ ചലിച്ചുകൊണ്ട്. അപ്പോൾ ഇവർ കാണുന്നത് എന്താണ്? ശ്രീരാമകൃഷ്ണദേവൻ ഒരു താളാത്മകമായി ഇങ്ങനെ ചലിച്ച് നീങ്ങുമ്പോൾ ആ ഭാഗത്തെ ആൾക്കൂട്ടം പതുക്കെ മാറിക്കൊടുക്കും. അപ്പോൾ ആ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം ചുവടുകൾ വെച്ച് നൃത്തം ചെയ്യുന്നത്. നമുക്കത് കണ്ണിൽ നമുക്ക് കൃത്യമായി ആ രംഗം നമുക്ക് ഭാവന ചെയ്യാൻ പറ്റും. അപ്പോൾ ഭഗവാൻ അങ്ങനെ സഞ്ചരിക്കുന്ന ആ നൃത്തം ചവിട്ടി ആ സഞ്ചരിക്കുന്നതിനനുസരിച്ച് ആൾക്കൂട്ടം പതുക്കെ ഒതുങ്ങിക്കൊടുക്കും. എന്നിട്ടോ ഏത് ദിശയിലേക്ക് ചലിച്ചാലും ആ ഭാഗത്തെ ജനം മാറിക്കൊടുക്കും. അപ്പോൾ പെട്ടെന്നായിരിക്കും ഈ ദശ മാറുന്നത്. അപ്പോൾ ഏത് ദിശയിലേക്കും മാറുമ്പോഴേക്കും ആ ഭാഗത്തെ ജനം പതുക്കെ മാറിക്കൊടുക്കും. അപ്പോൾ യാന്ത്രികമെന്ന പോലെയാണ് ഈ ഇടം ഒരുക്കി കൊടുക്കൽ. വളരെ യാന്ത്രികമായിട്ട് തോന്നും ഈ ഇടം ഒരുക്കി കൊടുക്കുന്നത്. കാര്യം ഭഗവാൻ ഇങ്ങനെ
താളാത്മകമായി സഞ്ചരിച്ച് ഓരോ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ആ ഭാഗത്തെ ജനങ്ങൾ ഇങ്ങനെ മാറിക്കൊടുക്കും. ഈ തരത്തിലാണ് ആ ഹാളിനകത്ത് ഈ നൃത്തം, ആനന്ദ നൃത്തം നടക്കുന്നതെന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് സന്യാൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ആർദ്രതയാണ് ചിലപ്പോൾ ആ മുഖത്ത് ആർദ്രമായൊരു ഭാവം വരും. പിന്നെ ഒരു മാധുര്യമൂറുന്ന ഒരു നോട്ടമാണ് അദ്ദേഹം നടത്തുന്നത് എല്ലാവരിലേക്കും, ഒരു മാധുര്യമേറുന്ന നോട്ടം. ചില സന്ദർഭത്തിൽ ഒരു സിംഹഭാവം വരുന്നു. ഈ ചലനങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരു സിംഹഭാവം വരും. ഇപ്രകാരം ഇതെല്ലാം മാറി മാറി പ്രകടമായിക്കൊണ്ടിരിക്കും ചലനത്തിനൊപ്പം. ഈ തരത്തിലാണ് അദ്ദേഹത്തെ ആ നൃത്തത്തിൻ്റെ മനോഹരമായ ആ നൃത്തത്തിൻ്റെ പൂർണ്ണമായ ഭാവം നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിലാണ് സന്യാൽ ഇത് കുറിച്ച് വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സന്യാൽ ഇത് പറഞ്ഞത്. ആ ദിവ്യമായ ഒരു പുഞ്ചിരി ആ മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കും. ഗംഭീരമായ നൃത്തം എന്നാണ് സന്യാൽ പറയുന്നത് എന്ന് നമ്മൾ ആരും പറയും. അതൊരു ഗംഭീര നൃത്തമാണെന്ന് അത് കാണുന്ന ആരും പറയും എന്നാണ് പറഞ്ഞത്. അതിൽ കൃത്രിമത്വം ഒന്നില്ല. ഇത് സ്വാഭാവികമായ ആനന്ദ ലഹരിയിലുള്ള നൃത്തമാണ്. ആ ശരീര ചലനങ്ങൾ, അതായത് ചാടുകയോ ആംഗ്യങ്ങളുടെ ആധിക്യമോ കായിക പ്രകടനങ്ങളോ ഇല്ല. ഈ നൃത്തത്തിൻ്റെ ഒരു പ്രത്യേകത, അതിനകത്ത് കൃത്രിമത്വമില്ല, സ്വാഭാവികത മാത്രമാണ്. അതായത് ആ ശരീരചലനം അത് എടുത്ത് ചാടിയുള്ള രീതിയിലുള്ള ശരീരചലനങ്ങളില്ല. അതേസമയം ആധിക്യമേർന്ന ആംഗ്യഭാവങ്ങളൊന്നുമില്ല. പിന്നെ കായിക പ്രകടനങ്ങൾ, ശരീരം ഇട്ട് ഈ കായിക പ്രകടനങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും അപ്പോൾ ആ ചലനത്തിൻ്റെ പ്രത്യേകത എന്ന് സന്യാൽ അടുത്ത വരിയിലാണ് സൂചിപ്പിക്കുന്നത്. ഒരു ജലത്തിൽ മത്സ്യം നീങ്ങുന്ന പോലെ. അത്രയും മനോഹരമായിട്ടാണ്. ഒരു ജലത്തിൽ എങ്ങനെയാണോ ഒരു മത്സ്യം ഇങ്ങനെ ചലിക്കുന്നത്, അതിൻ്റെ വാലിളക്കിക്കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ചലിക്കുക, ചിലപ്പോൾ സ്പീഡിൽ ചലിക്കുക, ചിലപ്പോൾ തിരിഞ്ഞു വരിക. ആ ഒരു ജലത്തിലെ മത്സ്യത്തിൻ്റെ സഞ്ചാരം മാത്രം മനസ്സിൽ കണ്ടാൽ മതി. അത് തന്നെയാണ് ഭഗവാന്റെ സഞ്ചാര രീതി. ചുറ്റും ഈ ആൾക്കൂട്ടമാകുന്ന ജലത്തിനിടയിലൂടെ ഒരു മത്സ്യത്തെ പോലെ മനോഹരമായിട്ടാണ് ഭഗവാൻ നീങ്ങുന്നത് എന്ന് സന്യാൽ വരച്ചു കാട്ടുകയാണ്. സന്യാലിൻ്റെ ഈ ഒരു വിശേഷണം ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ആ നൃത്തരൂപം നമുക്കിപ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നത്. ഒരു സെക്കൻഡ് ലൈറ്റ് പോയി, ഞാനൊന്ന് ലൈറ്റ് ഒന്ന് കാണാം. ലൈറ്റ് കുഴപ്പമില്ല, മഴയുടെ കാലമായതുകൊണ്ടാണ് ലൈറ്റിനൊരു പ്രശ്നം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ ഭഗവാന്റെ നൃത്തരൂപത്തെ നമ്മൾ എത്രമാത്രമാണ് ആസ്വദിക്കാനുള്ളൊരു സാഹചര്യം കൂടെ സന്യാൽ ഒരുക്കി തന്നിരിക്കുന്നു എന്നാണ്. എന്നിട്ട് അപ്പോൾ ബ്രഹ്മസമുദ്രത്തിൽ നീന്തി തുടിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ഒരു ബ്രഹ്മസമുദ്രത്തിൽ നീന്തുന്ന മത്സ്യമായിട്ടാണ് സന്യാൽ അതിനെ വിശേഷിപ്പിച്ചത്. അപ്പം ചുറ്റുമുള്ള അന്തരീക്ഷം പാടെ മറന്ന് ബോധം നഷ്ടപ്പെട്ട പോലെയാവും. ചിലപ്പോൾ ഉടുതുണി ചിലപ്പോൾ ശരീരത്തിൽ നിന്ന് ഊർന്ന് താഴേക്ക് വീഴും. പിന്നെ ആരെങ്കിലും അത് അരയിൽ മുറുക്കി പിടിച്ചു കൊടുക്കും. അപ്പോൾ മറ്റൊരാൾ അത് മുറുക്കി പിടിച്ചു കൊടുക്കുമ്പോഴാണ് ആ നൃത്തം തുടരുന്നത്. ഇതേ സമയം മറ്റാർക്കെങ്കിലും ഈ ആനന്ദാവസ്ഥയിൽ ബോധം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ, നോക്കൂ, ഭഗവാൻ സ്വയം ഒരാനന്ദ നിർവൃതിയിൽ സ്വയം മറന്നാണ് ഈ നൃത്തം ചെയ്യുന്നത്. സ്വന്തം ശരീരബോധം വരെ നഷ്ടപ്പെട്ടിട്ടാണ് ഭഗവാൻ നൃത്തം ചെയ്യുന്നത് എങ്കിലും സ്വന്തം വസ്ത്രം ഊരിപ്പോകുമ്പോൾ മറ്റൊരാൾ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലും ശ്രദ്ധിക്കാതെ ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ ഈ നൃത്തം കണ്ടു നിൽക്കുന്ന ആരെങ്കിലും ആനന്ദാവസ്ഥയിൽ ബോധം കെടുന്നു എന്ന് തോന്നിയാൽ ഭഗവാൻ ഉടനെ അവിടെ ചെന്ന് അയാളുടെ നെഞ്ചിൽ തൊട്ട് അവരെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ എത്രമാത്രമാണ് ഭഗവാൻ കോൺഷ്യസ് ആകുന്നത് ചുറ്റുപാടിലും. സ്വശരീരം മറക്കുന്നു, സ്വന്തം അവസ്ഥയെ മറക്കുന്നു. പക്ഷേ ആ കണ്ടവരിൽ ആരെങ്കിലും ആനന്ദാവസ്ഥയിൽ ബോധം മറയുന്നു എന്ന് ഭഗവാന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ നൃത്തത്തിനിടയിൽ ചെന്ന് അയാളുടെ നെഞ്ചിൽ തൊട്ട് അയാളെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇത്ര മനോഹരമായ വിവരണം. ഭഗവാന്റെ നൃത്തം നമ്മൾ നേരിട്ട് കാണുന്ന ഇത്രയും ഭംഗിയായിട്ട് ഒരിടത്തും കാണാൻ സാധ്യതയില്ല. വൈദ്യുതി തരംഗം പോലെ
ചുറ്റുമുള്ളവരിലേക്കൊരു അലൗകിക ശക്തി പ്രസരിക്കും. ഭഗവാന്റെ നൃത്തം വരുമ്പോൾ സംഭവിക്കുന്നത് ഒരു വൈദ്യുതി പ്രവാഹമാണ് എല്ലാവരിലേക്കും ഉള്ളത്. ഈശ്വരനെ മുഖാമുഖം കാണുകയാണ് ഈ സന്ദർഭത്തിൽ എല്ലാവരും ഈശ്വരനെ മുഖാമുഖം കാണുന്നു. ആത്മീയ മണ്ഡലത്തിൽ ആവേശത്തോടെ മുന്നേറാൻ സഹായിക്കുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ ആർക്കും ലഭിക്കുന്നത്. അതായത് ഈ ലോകത്തിൽ നിന്നുള്ള ബന്ധം വേർപെട്ട് കുറച്ചു നേരത്തേക്ക് പരമാനന്ദം അനുഭവിക്കുന്നു എല്ലാവരും. അതോടെ എല്ലാവരും വൃത്താകൃതിയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങും. ഭഗവാന്റെ ഈ നൃത്തത്തിനോടൊപ്പം പിന്നീട് കാണുന്നത് ആ കൂടി നിൽക്കുന്ന എല്ലാവരും ആ വൃത്തത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങുകയായി. ഇത്തരത്തിലൊരു സത്സംഗം ഒരിക്കലും മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല സന്യാലി പറയും. പ്രത്യേകിച്ച് ബ്രഹ്മസമാജം അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഈ വന്നിരിക്കുന്നതും ബ്രഹ്മസമാജത്തിൽപ്പെട്ട ആളുടെ അടുത്താണ്. അപ്പോൾ ഈ ബ്രഹ്മസമാജത്തിൻ്റെ അംഗങ്ങൾ പോലും മുമ്പൊരിക്കലും ഇങ്ങനെയൊരു ഒരു 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 സത്സംഗം അവർക്ക് പോലും ഒരിക്കലും അനുഭവിക്കേണ്ടി അങ്ങനെ അവർ കണ്ടിട്ടേയില്ല എന്നാണ് ഭഗവാൻ ഇതിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത് സന്യാല് കുറിച്ചു വെക്കുന്നത് ഇത് കഴിഞ്ഞ് സംഭാഷണം ആരംഭിക്കും. അപ്പോൾ ഈ നൃത്തം കഴിഞ്ഞാൽ അടുത്ത് പിന്നെ സംഭാഷണമായി. അപ്പം ഇതിൻ്റെ സാധാരണഗതിയിൽ ഭഗവാൻ ഇങ്ങനെ സംഭാഷണത്തിന് എല്ലാ ഭക്തന്മാരുമായിട്ട് ഇരിക്കുമ്പോൾ ഒരു കർട്ടന് പിന്നിലാണ് സ്ത്രീകൾ ഇരുന്ന് ഇതെല്ലാം കേൾക്കുന്നത്. സ്ത്രീകൾ പിറകിലായിരിക്കും. അപ്പോൾ ബംഗാളിൽ അന്ന് സ്ത്രീകൾ ഇങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പെട്ടെന്ന് വരില്ല. മാത്രമല്ല അങ്ങനെ വരുന്നവർ പോലും സാരി തലവഴി മൂടി, ശാരദാദേവിയെ ഒരിക്കൽ പോലും ആരും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് സ്ത്രീകൾ കർട്ടന് പിന്നിലാണ് ഇരുന്ന് കേൾക്കുന്നത്. സ്ത്രീകളും ആത്മീയ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അവരെ കർട്ടന് പുറകിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ ഇതിൽ ഇടപെടാതിരിക്കുന്നില്ല. അവർ ആത്മീയ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്. ഉത്തരമായി ഭഗവാൻ അപ്പോൾ ചില കഥകളാണ് അവരോട് പറയുക. ചിലപ്പോൾ ഒരു ഗാനമായിരിക്കും പാടുക. ഈ ചോദ്യത്തിന് ഉത്തരം ചിലപ്പോൾ ഒരു കഥയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗാനമായിരിക്കും. അക്കാലത്തെ സാധാരണ വീടുകളുടെ മുകളിലെ നില തടികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. പലകയാണ് തറയിൽ ഇട്ടിരിക്കുന്നത്. ഭഗവാൻ സത്സംഗത്തിനിടെ എല്ലാവരുമായി തമാശകൾ പങ്കിടുകയും ചെയ്യും. ഈ വന്നിരിക്കുന്നവരോട് ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നതിനോടൊപ്പം തമാശകൾ പറയും. അതിലൊരു തമാശ എന്തെന്ന് വെച്ചാൽ ഭഗവാൻ പറയും, നൃത്തം എല്ലാവരും ആസ്വദിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി, നൃത്തം ആസ്വദിച്ചു എന്ന് പറയും. അപ്പോൾ അവിടെ തടി കൂടി ആരെങ്കിലും ഇരിപ്പുണ്ടാവും. അപ്പോൾ അയാളെ ചൂണ്ടിപ്പറയും, നിങ്ങൾ ആസ്വദിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാളും പറയും, ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു ഭഗവാനെ എന്ന് പറയും. നിങ്ങൾ ആസ്വദിച്ചു, പക്ഷെ ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു, നിങ്ങളുടെ തടി കാരണം ഇത് താഴോട്ടൊക്കെ ഇടിഞ്ഞു വീണാലോ എന്ന് ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു എന്ന് തമാശയും പറയും. ഈ ആത്മീയമായ ആ വലിയൊരു സത്സംഗത്തിൽ ഭഗവാൻ തമാശകൾ പറയും, ആ ആളുകളെ പൊട്ടിച്ചിരിക്കും. അപ്പോൾ ആളുകളെല്ലാം ഭയങ്കര കൂട്ടച്ചിരിയായിരിക്കും. ഇപ്പോൾ കെട്ടിടം തകർന്നു വീഴുമെന്ന് തോന്നിപ്പോയെന്നൊക്കെ കളിയാക്കിക്കൊണ്ട് പറയും. ആനന്ദ കമ്പോളം എന്ന പ്രയോഗം ശ്രീരാമകൃഷ്ണദേവൻ്റെ സത്സംഗത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആനന്ദ കമ്പോളം എന്നാണ് ആ സത്സംഗത്തെ വിശേഷിപ്പിക്കുന്ന ഏറ്റവും വലിയ വാക്ക്. ബംഗാളിയുടെ മലയാളീകരിക്കുന്ന ആ വാക്ക് ആനന്ദ കമ്പോളം. നമ്മളും പലയിടത്തും ആനന്ദ കമ്പോളം എന്നാണ്. അതായത് ആനന്ദത്തിൻ്റെ ഒരു ഫുൾ മാർക്കറ്റാണ്. അതിൽ പല ഒരു വിശേഷണം ഇനി പറയാനില്ല. ഒരു മാർക്കറ്റിൽ എന്തെല്ലാം ലഭ്യമാകുമോ, ഒരു വലിയൊരു ഇന്നത്തെ ഇത് പറഞ്ഞാൽ നമ്മളെ മാളുകളിലൊക്കെ ചെല്ലുമ്പോൾ, അത്തരം മാളുകളിൽ ചെല്ലുമ്പം നമ്മൾ ആനന്ദത്തിലാണ് ഈ മാളുകളിൽ ചെല്ലുമ്പോൾ. കാര്യം അതുപോലുള്ള വസ്തുക്കൾ നമുക്ക്, വിവിധ തരം വസ്തുക്കൾ നമുക്ക് ആ മാളുകളിൽ കിട്ടും. അപ്പോൾ ഒരു ഈ കമ്പോളത്തിൽ, ഭഗവാന്റെ ഈ കമ്പോളത്തിൽ ആനന്ദത്തിന് വക തരുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് തരുന്നത്. ഇത്രയും മനോഹരമായ ഒരു വിവരണം, അതായത് ഭഗവാനെ സംബന്ധിക്കുന്ന ഈ ഒരു വലിയ ചിത്രം നമുക്ക് നൽകാനും, അതേപോലെ തന്നെ സ്വാമിജിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ്, ആ ടേണിംഗ് പോയിൻ്റ് നമ്മെ ബോധ്യപ്പെടുത്താനും വേണ്ടി മാത്രമാണ് ഏതാനും സന്ദർഭങ്ങളിൽ മാത്രം ഈ ഡിവൈൻ പ്ലേയിൽ, ഈ ദിവ്യലീലയിൽ തല കാണിച്ചു മടങ്ങിപ്പോകുന്ന വൈകുണ്ഠ സന്യാലി ചെറിയൊരംശം മാത്രം, സുദീർഘമായ യാതൊരു വിധത്തിലുള്ള പരാമർശങ്ങളുമില്ല, വെറും വളരെ ചുരുക്കത്തിലുള്ളത് മാത്രം. ഭജനാമൃതത്തിൽ പോലും
ഒരു തവണയെങ്ങാനെ പ്രത്യക്ഷപ്പെടുന്നത്. അത് ഒറ്റ ശരത്തുമായി വന്ന് ശരത്തും സന്യാലും എന്ന ഒറ്റ വാക്ക് മാത്രമേ സന്യാലിനെക്കുറിച്ച് വചനാമൃതത്തിലുള്ളൂ. ശരത്തും സന്യാലും എന്നുള്ള ഒറ്റ പ്രയോഗം. അതുകൊണ്ട് മാഷ്മഹാശയൻ്റെ കുറിപ്പുകളിൽ പിന്നെ ഒരിടത്തും സന്യാൽ പ്രത്യക്ഷപ്പെടുന്നതേയില്ല. ലീലാമൃതത്തിലാണ് ശരത്ത് പിന്നീട് അത് കോട്ട് ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പോൾ അത്രയും മാത്രം ഈ ഒരു രംഗം നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ ലീലാമൃതത്തിൽ ആ ഭാഗം ശാരദാനന്ദസ്വാമികൾ അത് സ്വന്തം നിലയ്ക്ക് എഴുതാതിരുന്നത് നമ്മെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. വേണമെങ്കിൽ ശാരദാനന്ദസ്വാമികൾ ഇത് കേട്ടിട്ട് ശാരദാനന്ദസ്വാമികൾക്ക് അത് വിവരിക്കാം. പക്ഷേ ഇവിടെ കൊട്ടേഷനിലാണ് ഒരു വരി പോലും. ശാരദാനന്ദസ്വാമികൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി നേരിട്ട് അനുഭവിക്കുന്നത് മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ പോലും സ്വന്തം നിലയ്ക്കല്ല ശാരദാനന്ദസ്വാമികൾ എഴുതിയിട്ടുള്ളത്. ഈ പലയിടത്തും അങ്ങനെ നേരിട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ സന്യാലിൻ്റെ ഈ കാര്യത്തിൽ ഒരു കൊട്ടേഷൻ ഇട്ട് സന്യാലിൻ്റെ വാക്കുകൾ അതേപടി, സന്യാൽ ഈ പറഞ്ഞ എല്ലാ വാക്കുകളും അതേപടി പകർത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ മഹാനുഭാവൻ്റെ ജന്മം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഒരു വലിയ ഭാഗം കൂടെയാണ് ഈ സന്യാലിൻ്റെ കഥ നമുക്ക് കേൾക്കുമ്പോൾ. ഇന്ന് നമുക്ക് സന്യാലിൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് കുറച്ച് നേരത്തെ ഇത് അവസാനിച്ചു എങ്കിലും ഏറ്റവും സന്തോഷം ശാരദ ചേച്ചി ആ സന്ദർഭത്തിൽ പാടിയ ഭഗവാന്റെ പാട്ട്. അത് ശരിക്കും നമ്മൾ ആ കൃത്യമായി സന്യാലിത് എങ്ങനെയാണോ വിവരിച്ചപ്പോൾ നമ്മൾ എങ്ങനെയാണോ ആ ആനന്ദക്കമ്പോളത്തിൽ നമ്മളും ഉൾപ്പെട്ടത് എങ്ങനെ എന്ന് പറഞ്ഞ പോലെ ആ ഭഗവാൻ നരേന്ദ്രൻ ആ തലേ രാത്രി എങ്ങനെയാണ് ഭഗവാന്റെ മുമ്പിൽ ആ രാത്രി മുഴുവൻ ഇരുന്നതിൻ്റെ ആ സംഗീതം കൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്നത് ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഇത്രയും മനോഹരമായി സ്വാമിജി പാടുന്ന അതേ സ്വരമാധുരിയോടുകൂടി അത് നമുക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്കും അത് വലിയ ഭഗവാൻ വരുന്നതും പറയുന്നതും ഓടി നടക്കുന്നതും നരേന്ദ്രൻ അക്സെപ്റ്റ് ചെയ്തു ദേവി എന്ന് പറഞ്ഞ് ഓടി നടക്കുക, അതൊക്കെ ഇങ്ങനെ നമുക്ക് മായില്ല. അത് അങ്ങനെ അത്ര ഇതായിട്ടാണ് പാട്ടിനോട് അതുപോലൊരു ഇതുണ്ട് ശരിക്കും. അതെ 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 തീർച്ചയായിട്ടും രണ്ടുപേരും കൂടെ ഉള്ള ഭഗവാന്റെ വാത്സല്യം മുഴുവനും അങ്ങ്. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ല അതൊരു വലിയ ഭാഗ്യമാണ് അങ്ങനെ ആ സന്ദർഭത്തിൽ നമ്മുടെ ഈ സത്സംഗത്തിൽ ഒരാൾക്കത് അറിയാനും പാടാനും കഴിയുന്നത് സത്സംഗത്തിൻ്റെ വലിയൊരു മഹിമയാണത്. ഭഗവാന്റെ അനുഗ്രഹം ഈ സത്സംഗത്തിന് ഉള്ളത് കൊണ്ടാണ്. അല്ല അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. നമുക്കൊരിക്കലും സ്വാമിജി അല്ല നരേന്ദ്രൻ അന്ന് പാടിയെന്ന് മാത്രം കേട്ട് നമ്മൾ എന്ത് കേൾക്കാനാണ് അതിനകത്ത്? ലീലാമൃതത്തിൽ അതിൻ്റെ ഫുട് നോട്ടിൽ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കത് അനുഭവിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് അതേപോലെ അനുഭവിച്ചു എന്നുള്ളതാണ്. അത്രയും മനോഹരമായിരുന്നു. ഇപ്പോൾ 56 4 മിനിറ്റ് ഉണ്ട്. ചേച്ചി അത് ഒന്നുകൂടെ ഒന്ന് പാടാമോ? നമുക്ക് ആ പാട്ട് പാടി അവസാനിപ്പിക്കാം. ഒന്നുകൂടെ ഒന്ന് പാടി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. अमर मां तुम्ही धरा, तुम्ही त्रिगुणाधर परात् परमा, तुम्ही धरा. हमें जानी गो माओ दीन दयामय, हमें जानी गो माओ दीन दयामय, तुम्ही दुर्गा मेरे दुख हरमा, तुम्ही धरा. अमर मां तुम्ही धरा, तुम्ही जले तुम्ही स्थले, तुम्ही जले तुम्ही स्थले, तुम्ही आज मुले उमा, तुम्ही जले तुम्ही स्थले, तुम्ही आज मुले गुमा, आज सर्व
निराकारमा तुम ही तारा, तुम ही संध्या तुम ही गायत्री, तुम ही संध्या तुम ही गायत्री, तुम ही जगद्धात्री उमा, तुम ही संध्या तुम ही गायत्री, तुम ही जगद्धात्री उमा, आकुलेरो त्राणकर्त्री, आकुलेरो त्राणकर्त्री, सदा शिवे मनोहरमा तुम ही तारा, अमर माँ तुम ही तारा, तुम ही त्रिगुणाधर परात्परमा तुम ही तारा, अमर माँ तुम ही तारा, उमा ही तारा. ഓ വളരെ നന്നായിരിക്കും. വലിയ സന്തോഷം. മനോഹരമായ പാട്ടും അയ്യോ സന്തോഷം. ശരി സാർ, ഇന്ന് എന്നെ ആ പാട്ട് പാടാനും തോന്നിയല്ലേ, അതും ഭഗവാന്റെ ഒരു കളി. അതെ അതെ ഞാൻ സാർ തുടങ്ങിയപ്പം വിചാരിച്ചു അയ്യോ ഈ പാട്ട് എന്റെ ആട്ടിൽ ഇന്ന് പാടിയത്. ഭഗവാനെ ഭഗവാന്റെ നാമജപിക്കുക. എല്ലാരും ഔട്ട്, എല്ലാരും ലെഫ്റ്റ് ആകുന്നു. അതെ. ഓം ശ്രീ ശാരദാ ദേവി നമഃ, ഓം ശ്രീ ശാരദാ ദേവി നമഃ, ഓം ശ്രീ ശാരദാ ദേവി നമഃ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും